ഹായോ, നമുക്കൊരു പപ്പായ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമ്മുടെ പപ്പായ നല്ല പഴുത്തിരിക്കുകയാണ്. അത് ഒരു പകുതി ഭാഗം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഞാനൊരു 500 ml മിൽക്ക് എടുത്തിട്ടുണ്ട്. അത് മുഴുവനായും ചേർക്കുവാണ് കേട്ടോ. അതിലോട്ട് ഞാൻ മധുരത്തിനായിട്ട് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. ഒന്നുകൂടെ ഹെൽത്തി ആക്കാനാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് തേൻ ചേർത്താലും മതി. അപ്പം തണവിനായിട്ട് ഞാൻ ഐസ് ക്യൂബ് ഇട്ടിട്ടുണ്ട്. അത് എല്ലാം കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്കത് സെർവ് ചെയ്യാം. അതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് കോൺഫ്ലേക്സും പിന്നെ കുറച്ച് നട്ട്സും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ ഐസ്ക്രീം ഉണ്ടെങ്കിൽ ചേർത്താലും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകും. അത് വേണമെന്നില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. ഒരു നോർമൽ മിൽക്ക് ഷേക്കാണ് കേട്ടോ അത്. അപ്പം മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. മിൽക്ക് ഷേക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.